നാം മറ്റുള്ളവരെ മനസ്സിലാക്കും പോലെ അവരും നമ്മളെ മനസ്സിലാക്കും എന്ന ചിന്തയാണ് ഏറ്റവും വലിയ പരാജയം. ഒരാൾ മിണ്ടാതിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വിഷമം എത്രത്തോളമുണ്ട്, അതായിരിക്കും നമ്മൾക്ക് അയാളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം. നിങ്ങളെ നോക്കുന്ന വ്യക്തിയിലേക്ക് നോക്കുക. നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ആ വ്യക്തിയെ സ്നേഹിക്കുക. നിങ്ങൾക്കായി കാതോർക്കുന്നുവെങ്കിൽ നിങ്ങളും അവരെ കാതോർക്കുക. നിങ്ങളെ ചേർത്ത് പിടിക്കും എങ്കിൽ നിങ്ങളുടെ കരങ്ങളെ നൽകുക. കാലങ്ങൾ കടന്നു പോകുമ്പോൾ എല്ലാവരിലും മാറ്റങ്ങൾ സംഭവിക്കും. ഇന്നു നമ്മളെ ചേർത്ത് നിർത്തിയവർ നാളെ നമ്മളെ മാറ്റി നിർത്തിയേക്കാം. അവരുടെ മനസ്സിലെ മുൻഗണന മാറുമ്പോൾ നമ്മുടെ സ്ഥാനത്തിനും മാറ്റം വരാം. വിശ്വാസം എന്നത് ചെറിയൊരു വാക്കാണ്. അത് വായിക്കാൻ ഒരു നിമിഷം മതി, ചിന്തിക്കുവാൻ ഒരു മിനിറ്റ് മതി, മനസ്സിലാക്കുവാൻ ഒരു ദിവസം മതിയാകും. പക്ഷേ അത് തെളിയിക്കാനും നേടിയെടുക്കാനും ഒരു ജീവിതം തന്നെ മതിയാകണമെന്നില്ല. നിങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് നൽകുന്നുവോ അതുതന്നെ നിങ്ങൾക്കും തിരിച്ചു കിട്ടും. അത് സ്നേഹമോ വഞ്ചനയോ ബഹുമാനമോ എന്തുമായിക്കൊള്ളട്ടെ. മറ്റുള്ളവരെ കരയിപ്പിച്ചു നേടിയ എല്ലാത്തിനും കരച്ചിൽ കൊണ്ട് തന്നെ കടം വീട്ടേണ്ടി വരുമെന്ന് എപ്പോഴും ഓർക്കുക. നമ്മളെ കേൾക്കുന്നവരോടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അവരതിന് വേണ്ട പരിഗണന തരും. അല്ലാത്തവരോട് ഒന്നും സംസാരിക്കാൻ നിൽക്കരുത്. ഒന്ന് നിർത്തൂ എന്ന് പറയുന്നത് കേൾക്കുന്നതിനേക്കാൾ നല്ലത് അവരോട് ഒന്നും പറയാതിരിക്കുന്നതാണ്. ആളുകളെ അറിഞ്ഞതിനു ശേഷം സംസാരിക്കുക, അല്ലെങ്കിൽ അവഗണന ഏറ്റുവാങ്ങേണ്ടി വരും. ലോകത്തിലെ ഏറ്റവും ധനികനായ ബിൽഗേറ്റ്സിനോട് ഒരിക്കൽ ആരോ ചോദിച്ചു, ലോകത്തിൽ നിങ്ങളെക്കാൾ ധനികൻ ആരെങ്കിലും ഉണ്ടോ? ബിൽഗേറ്റ്സ് മറുപടി പറഞ്ഞു, അതെ, എന്നേക്കാൾ സമ്പന്നനായ ഒരാളുണ്ട്. പിന്നെ ബിൽഗേറ്റ്സ് ഒരു കഥ പറഞ്ഞു. ഞാൻ പണക്കാരനും പ്രശസ്തനും അല്ലാതിരുന്ന സമയത്തായിരുന്നു അത്. ഞാൻ ന്യൂയോർക്ക് എയർപോർട്ടിലിരിക്കുമ്പോൾ ഒരു പത്രക്കച്ചവടക്കാരനെ കണ്ടു. എനിക്ക് ഒരു പത്രം വാങ്ങാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ അതിനു വേണ്ടത്ര ചേഞ്ച് ഇല്ലായിരുന്നു. അതിനാൽ ഞാൻ അത് വാങ്ങുകയും തിരികെ അദ്ദേഹത്തിന് നൽകുകയും ചെയ്യാം എന്ന് വിചാരിച്ചു. എൻ്റെ കയ്യിൽ വേണ്ടത്ര ചേഞ്ച് ഇല്ലെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. കച്ചവടക്കാരൻ പറഞ്ഞു, ഞാനിത് നിങ്ങൾക്ക് സൗജന്യമായി നൽകുന്നു. അയാളുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ പത്രമെടുത്തു. യാദൃശ്ചികമായി 2-3 മാസങ്ങൾക്ക് ശേഷം ഞാൻ അതേ വിമാനത്താവളത്തിൽ വന്നിറങ്ങി. എൻ്റെ കയ്യിൽ അന്നും പേപ്പർ മേടിക്കുവാനുള്ള ചേഞ്ച് ഇല്ലായിരുന്നു. കച്ചവടക്കാരൻ എനിക്ക് വീണ്ടും പത്രം വാഗ്ദാനം ചെയ്തു. ഞാനത് നിരസിച്ചു. ഇന്നും എൻ്റെ കയ്യിൽ ചേഞ്ച് ഇല്ലാത്തതിനാൽ എനിക്കതെടുക്കുവാൻ കഴിയില്ലെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, നിങ്ങൾക്കിതെടുക്കാം. ഇത് എൻ്റെ ലാഭത്തിൽ നിന്ന് പങ്കിടുന്നു. എനിക്കിതുകൊണ്ട് നഷ്ടമുണ്ടാകുകയില്ല. ഞാൻ പത്രമെടുത്തു. 19 വർഷത്തിനു ശേഷം ഞാൻ പ്രശസ്തനും ആളുകൾക്ക് അറിയപ്പെട്ടവനുമായി. പെട്ടെന്നൊരിക്കൽ ഞാൻ ആ കച്ചവടക്കാരനെക്കുറിച്ച് ഓർത്തു. ഞാൻ അദ്ദേഹത്തെ തിരയാൻ തുടങ്ങി. ഏകദേശം 1.5 മാസത്തെ തിരച്ചിലിന് ശേഷം ഞാൻ അയാളെ കണ്ടെത്തി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്ക് എന്നെ അറിയാമോ? അയാൾ പറഞ്ഞു, അറിയാം, നിങ്ങൾ ബിൽഗേറ്റ്സ് ആണ്. ഞാൻ അദ്ദേഹത്തോട് വീണ്ടും ചോദിച്ചു, ഒരിക്കൽ നിങ്ങൾ എനിക്ക് പത്രം സൗജന്യമായി തന്നത് ഓർക്കുന്നുണ്ടോ? കച്ചവടക്കാരൻ പറഞ്ഞു, അതെ, ഞാൻ ഓർക്കുന്നു. ഞാൻ താങ്കൾക്ക് 2 പ്രാവശ്യം തന്നിരുന്നു. ഞാൻ പറഞ്ഞു, ആ സമയം നിങ്ങൾ എനിക്ക് വാഗ്ദാനം ചെയ്ത സഹായം എനിക്ക് നിങ്ങൾക്ക് തിരികെ നൽകണം. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും എന്നോട് പറയൂ, ഞാനത് നിറവേറ്റും. കച്ചവടക്കാരൻ പറഞ്ഞു, സാർ, അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എൻ്റെ സഹായവുമായി തുല്യതപ്പെടാൻ കഴിയില്ലെന്ന് നിങ്ങൾ കരുതുന്നില്ലേ? ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട്? അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പാവപ്പെട്ട പത്രക്കച്ചവടക്കാരനായിരുന്നപ്പോഴാണ് നിങ്ങളെ സഹായിച്ചത്. നിങ്ങൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായപ്പോൾ എന്നെ സഹായിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങളുടെ സഹായം എൻ്റേതുമായി എങ്ങനെ തുല്യതപ്പെടും? അന്ന് ഞാൻ മനസ്സിലാക്കി, ആ പത്രക്കച്ചവടക്കാരൻ എന്നേക്കാൾ വലിയ പണക്കാരനാണെന്ന്. കാരണം ആരെയെങ്കിലും സഹായിക്കുവാൻ അദ്ദേഹം സമ്പന്നനാകാൻ കാത്തുനിന്നില്ല. ധാരാളം പണത്തേക്കാൾ സമ്പന്നമായ ഹൃദയമുള്ളവരാണ് യഥാർത്ഥ ധനികർ എന്ന് ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാൻ സമ്പന്നമായ ഹൃദയമുണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്.